ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ എന്റെ കയ്യിലും കിട്ടിയിരിക്കുകയാണ് വിവോയുടെ പുതിയൊരു ഫോണായ വിവോ എക്സ് ഫോൾഡ് 5. ഈ ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ നല്ല സ്ലിം ഫോണാണ്. ഇത് ഫോൾഡബിൾ ഫോൺ ആണെങ്കിൽ പോലും നല്ല സ്ലിം ആയിട്ടാണ് ഈ ഒരു ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഫോൾഡബിൾ ഫോൺ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഈ ഒരു ഫോൺ ഫോൾഡ് ചെയ്യുമ്പോൾ നോർമൽ ഉള്ളൊരു ഫോണിൻ്റെ ആ ഒരു സൈസേ വരുന്നുള്ളൂ. 8 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LPTO AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ് പഞ്ച് ഹോൾ വരുന്നത്. അതുപോലെ 6.5 ഇഞ്ചിന്റെ കവർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില്. ഇതും LPTO AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് 217 ഗ്രാം ആണ്. അത്ര വെയിറ്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഈ ഒരു ഫോൺ കയ്യിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത്ര വെയിറ്റ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 15 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS ആണ് സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. ഈ ഒരു ഫോൺ 1.5 ലക്ഷം പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന പ്രൊസസർ കൊടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. കൊടുത്തിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണെന്ന് ചോദിച്ചാൽ ഗെയിം കളിക്കാം, പക്ഷെ ഇതൊരു ഗെയിമിംഗ് ഫോൺ ആയിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ഇതിന്റെ ക്യാമറ ഔട്ട്പുട്ട്സ് ഒക്കെ നല്ല ക്യാമറ ഔട്ട്പുട്ട്സ് ആണ് കിട്ടുന്നത്. പക്ഷേ പ്രൊസസറിന്റെ കാര്യത്തിൽ അതൊരു ഡൗൺഗ്രേഡ് ആയിപ്പോയി. പക്ഷേ ഒരു പ്രൈസ് റേഞ്ചിൽ ഇവിടെ നല്ലൊരു ഫോൾഡബിൾ ഫോണാണിത്. ഇനി സ്റ്റോറേജ് വേരിയന്റ് നോക്കുകയാണെങ്കിൽ 16GB 512GB വേരിയന്റ് ആണ് എന്റെ കയ്യിരിക്കുന്നത്. അതുപോലെ LPDDR5X അൾട്രയുടെ റാം ആണ്. UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഒന്നും കൊടുത്തിട്ടില്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഫോൺസിലൊന്നും മെമ്മറി കാർഡ് കൊടുക്കാറില്ല. ഈ ഒരു ഫോണിലും കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഫോണിന്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ്, 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, ഇങ്ങനെ 3 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ക്യാമറ സാമ്പിൾസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 40 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ കളർ വേരിയൻറ്റ് വരുന്നത് ടൈറ്റാനിയം ഗ്രേ എന്ന് പറയുന്ന കളർ വേരിയൻ്റ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബോക്സിൽ ചാർജറും കേസും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ മൾട്ടി ഫങ്ഷണൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ തന്നെ ഒത്തിരി AI ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ വിവോയുടെ ഒരു നല്ലൊരു ഫോൾഡബിൾ ഫോണാണ് വിവോ എക്സ് ഫോൾഡ് 5 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. കാര്യം ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് കുഴപ്പമില്ല. പക്ഷെ പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. ഗെയിമിംഗ് കുഴപ്പമില്ല എന്ന് പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാല്യൂ ഫോർ മണി അല്ല ഈ ഒരു പ്രൊസസർ. പക്ഷെ അതിന് പകരമായിട്ട് നല്ല ക്യാമറ ഔട്ട്പുട്ട്സ് ആണ് കിട്ടുന്നത്. ഇതൊരു ക്യാമറ ഫോണാണ്. ബാറ്ററിയും കുഴപ്പമില്ല. പക്ഷെ ബാറ്ററിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ആവുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഓഡിയോ ക്വാളിറ്റി നോക്കാം. ഈ ഒരു ഫോണിന്റെ ഓഡിയോ ക്വാളിറ്റി ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൾഡബിൾ ഫോണാണ് വിവോ എക്സ് ഫോൾഡ് 5. ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിയത് ആറ്റിങ്ങൽ സിറ്റി മൊബൈൽസ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി വാങ്ങാം. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് വിവോ എക്സ് ഫോൾഡ് 5നെ പറ്റിയുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.